വാസവും അതിന്റെ ഉപകരണങ്ങളൊക്കെയും വഹിക്കണം. നോക്കിയ സ്തോത്രം, അവർ തിരുനിവാസവും അതിന്റെ ഉപകരണങ്ങളൊക്കെ സകല ഉപകരണങ്ങളൊക്കെയും വഹിക്കണം. അത്ര എളുപ്പമല്ല ഇത് ചുമക്കണമെന്നും. ഇത് വേറെ ആർക്കും ചുമക്കാൻ പറ്റത്തില്ല. സ്തോത്രം. അത് ചുമക്കുന്നതിന് എന്തുണ്ട്? ഭാരമുണ്ട്. പ്രൈസ് ഗോഡ്. പുതിയ നിയമ ശുശ്രൂഷകരും ഭാരം വഹിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ക്രൂശ് എടുക്കണ്ട, അത് കർത്താവ് എടുത്തു, അത് ആരും എടുക്കാൻ കഴിയും. പക്ഷെ അവനവന്റെ ക്രൂശ് എടുത്തിട്ട് എന്ത് ചെയ്യണം? നാൾ തോറും ഈ യേശുവിനെ അനുഗമിക്കണം. സ്തോത്രം. അപ്പൊ വിശ്വാസ ജീവിതം, ശുശ്രൂഷ ജീവിതം എന്ന് പറയുന്നത് സുഖജീവിതമല്ല, ഭാരങ്ങൾ ചുമക്കുന്ന ജീവിതമാണ്. സ്തോത്രം. സ്വന്തം ഭാരമല്ല, ദൈവത്തിന്റെ ഭാരം. ദൈവത്തിന്റെ ഭാരം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ആലയവും ദൈവത്തിന്റെ ശുശ്രൂഷയുമാണ്. എന്താണ് ശുശ്രൂഷ? ആത്മാക്കളുടെ രക്ഷ. സകല മാനവജാതിയുടെ രക്ഷയ്ക്കും വേണ്ടിയാണ് കർത്താവ് കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നത്. അതാ കർത്താവിന്റെ ഭാരം. ആ ഭാരം ചുമക്കുന്നവരായിരിക്കണം ഞാനും നിങ്ങളും. സ്തോത്രം. അപ്പോ പുതിയ നിയമം ഭക്തന്മാർ ശുശ്രൂഷ മനസ്സിലാക്കുമ്പോൾ, സ്തോത്രം, നാം യഥാർത്ഥത്തിൽ ഭാരം വഹിക്കുന്നവരാണോ? പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് പറയും. റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസിന്റെ ഭാരം അവിടെ കാണാം. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല, എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവുമുണ്ട് എന്ന്. ആലോചിച്ച് നോക്കി. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവാ ഉണ്ട് എന്നെ മനസ്സാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. എന്തിനാ? സ്വത്രം. പിള്ളേർക്ക് അഡ്മിഷൻ കിട്ടാത്തതിൻ്റെ അല്ല, സ്തോത്രം. കടം കയറിയതിൻ്റെ അല്ല, സ്തോത്രം. വായിച്ചോ എടുത്തത്. ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി. മനസ്സിലായോ? ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. തയ്യാറാണ്. ഞാൻ എന്ത് ശാപം വേണമെങ്കിലും ഞാൻ എടുത്തോളാം, എന്റെ സഹോദരന്മാരെല്ലാം രക്ഷപ്പെടുമെങ്കിൽ. ഒന്ന് ആലോചിച്ച് ചോദിക്കുക. ഭാരം. നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് ഇനിയും എത്രയോ പേര് കർത്താവിനെ രക്ഷകനായി അറിയാനുണ്ട്, അനുഭവിക്കാനുണ്ട്. സ്തോത്രം. നമുക്ക് എന്തെങ്കിലും ഭാരമുണ്ടോ? ഹല്ലേലൂയ. പുതിയ നിയമ ഭക്തന്മാരെല്ലാവരും ഭാരം ചുമക്കുന്നവരായി ആയിരിക്കണം. സ്തോത്രം. ഞാൻ പറയട്ടെ, ആ ഭാരങ്ങൾ ചുമക്കാൻ ഒരു കർത്താവ് കൂടെ ഉണ്ടാകും. നീ അത് ചുമക്കേണ്ടി വരത്തില്ല. ഒരു നാൾ ആ ഭാരത്തിന് പരിഹാരം തരുന്ന ഒരു ദൈവമാ കൂടെയുള്ളത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, സ്തോത്രം, നാൾ തോറും ഭാരങ്ങളെ ചുമക്കുന്നവനായി കൂടെയുള്ള കർത്താവിനെ കുറിച്ച് പറഞ്ഞത്, നിന്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക. സ്തോത്രം.